Hi all, welcome to Getty. Myself Akash Ravindran. I'm professionally photographer ആണ്. Mainly concentrated on motorsports ആണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ഇന്ത്യയിൽ നടക്കുന്ന ആയിട്ടുള്ള മോട്ടോർ ഇവൻറ്റ്സുകൾ ഞാൻ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി വർക്കുകളുണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഗതി എന്നുള്ള ചാനലിലേക്ക് എത്തിയതിൻ്റെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ ചെയ്യുന്ന പ്രൊഫഷൻ വ്ളോഗായിട്ടോ വീഡിയോസായിട്ടോ കാര്യങ്ങൾ പുറത്തേക്ക് ഇടണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നാളായി. എന്നെ പേഴ്സണലി അറിയുന്ന ആൾക്കാരും ഇത് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം. സോ അതിപ്പോഴാണ് കറക്റ്റ് ടൈം എന്ന് വിചാരിക്കുന്നു. സോ ഐ സ്റ്റാർട്ടഡ് എ യൂട്യൂബ് ചാനൽ നെയിംഡ് ഗതി, മെയിൻലി കോൺസെൻട്രേറ്റഡ് ഓൺ അഡ്വഞ്ചർ, മോട്ടോർ സ്പോർട്സ്, ലൈഫ് സ്റ്റൈൽ ആൻഡ് മൈ സറൗണ്ടിങ്സ്, മൈ പീപ്പിൾ അറൗണ്ട്. ഗതിയുടെ ഫസ്റ്റ് സീരീസ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 1 month റോഡ് ട്രിപ്പാണ്. ഈ റോഡ് ട്രിപ്പിന് എൻ്റെ കൂടെ ഉള്ളത് സുധീഷ് കുമാറാണ്. സുധീഷ് കുമാർ NRI ആണ്, മസ്കറ്റ് എന്നാണ്. എൻ്റെ ക്ലാസ്മേറ്റ് ആണ് 10th 11th തൊട്ടിട്ട്. പിന്നുള്ളത് വിനീതാണ്. വിനീത് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു. ഞാനും വിനീതും ഒരു മൂവിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലൊരു ഹീറോ ഇമ്പൾസ് ഉണ്ട്. Modified Hero Impulse is like 165cc modified for the rally. So they should be practicing the Hero Impulse in various tracks in Kerala, Tamil Nadu and Bangalore. So that's how we have planned this trip. Our journey start ആയത് നമ്മൾ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ നിന്ന് സ്റ്റാർട്ടായിട്ട് ഇപ്പോൾ എറണാകുളം റീച്ച് ചെയ്തിരിക്കുകയാണ്. എനിക്കിവിടെ എറണാകുളത്ത് വീടുണ്ട്, എടപ്പള്ളിയിൽ. അപ്പോൾ 2 ദിവസം നമ്മൾ എടപ്പള്ളി സ്റ്റേ ചെയ്തിട്ട് ഇവിടെ എറണാകുളത്ത് പ്രാക്ടീസ് പിടിക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ സ്റ്റേയും അതിൻ്റെ നമുക്ക് നെക്സ്റ്റ് 1 month പ്രിപ്പറേഷൻ, ഫൈനൽ പ്രിപ്പറേഷൻസ് എറണാകുളത്ത് നിന്നായിരിക്കും. സോ വ്ളോഗിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു മൈക്ക് മേടിച്ചിട്ടുണ്ട്. ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2. സോ ഇതിൽ 2 റിസീവറും ഒരു ട്രാൻസ്മിറ്ററുമാണ് വരുന്നത്. 12,000 rupees ഈ ഒരു മൈക്കിന് വരുന്നത്. സോ ഈ പ്രൈസിന് വേറെ മൈക്കുകൾ ഇപ്പോൾ മാർക്കറ്റിലില്ല. യൂസ് ചെയ്ത ഫ്രണ്ട്സും പറയുന്നത് കുഴപ്പമില്ലാത്ത മൈക്കാന്ന് പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. Day 1 പ്രാക്ടീസ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. കൊച്ചിയിൽ വണ്ടർലയുടെ അടുത്തുള്ള ഒരു ചെറിയൊരു ട്രാക്കാണ്, ചെറിയൊരു ടെക്നിക്കൽ ട്രാക്ക്. ഒരുപാട് നാൾക്ക് ശേഷമാണ് സുധീഷ് പ്രാക്ടീസ് ചെയ്യണത്, ബൈക്ക് പ്രാക്ടീസ് ചെയ്യണത്. ആൾ മാസ്കറ്റിൽ ഡൗൺ ഹിൽ സൈക്കിളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്.
അപ്പോൾ ഒരു ഡേ 1 എന്ന നിലയ്ക്ക് ഒരു ബേസിക്സും വണ്ടിയായിട്ട് കൂടുതൽ പരിചയമാവുക എന്നാണ് കാണുന്നത്. ട്രാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രാക്ക് സ്ലിപ്പറിയാണ്, വെറ്റാണ്. ഇപ്പം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു, വെയിലുണ്ട്. ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇന്നത്തെ പ്രാക്ടീസ് സെഷൻ തീർന്നിരിക്കുകയാണ്. ഒരെണ്ണം പുഷ് ചെയ്ത് ഓടിച്ചിട്ട് ഒരെണ്ണം ആ പഴയ പോലെ മറ്റേ ചെറിയ ത്രോട്ടിൽ ഓടിക്കുമ്പോഴും ഫാസ്റ്റായിട്ട് തോന്നുന്നില്ല, പക്ഷേ എനിക്ക് മനസ്സിലാവേണ്ടത് ഫാസ്റ്ററാണെന്നുള്ളത് ആ സമയം. ബൈക്ക് വാഷ് ചെയ്യാനുണ്ട്, ബേസിക്കായി സർവീസ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ചെയിൻ ടൈറ്റ് ചെയ്യാനുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ബൈക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ബൈക്ക് സർവീസിന് വെച്ചിരിക്കുകയാണ്. സർവീസിന് വെച്ചിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട് ഗ്ലെയിൻ്റെ വർക്ക്ഷോപ്പിലാണ്. എളമക്കരയാണ് വർക്ക്ഷോപ്പ്. ഗ്ലെയിനാണ് എൻ്റെ ബൈക്ക് വർക്ക് ചെയ്തതും സർവീസ് ചെയ്യണതും. സോ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വണ്ടി സ്റ്റാർട്ടാവാൻ എന്തോ ഒരു ഇഷ്യൂ കാണിച്ചു. അപ്പോൾ നാളെ കോട്ടയത്തേക്ക് പോകുന്നതിന് മുന്നേ ആ ബേസിക് സർവീസുകൾ എല്ലാം ഫിനിഷ് ചെയ്യാൻ ചെറിയ ചെറിയ വർക്കുകളുണ്ട്. അപ്പോൾ അത് ഫിനിഷ് ചെയ്തിട്ട് പോയാൽ പിന്നെ വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ പ്രാക്ടീസ് സെഷൻസ് സ്മൂത്തായിട്ട് കണ്ടിന്യൂ ചെയ്യാനും പറ്റും. ഹലോ, വർക്കാവുന്നുണ്ടോ? വർക്കാവണില്ലേ? വർക്കാവേണ്ടതും ഉണ്ട്. നോക്കി നോക്കാം ഒന്ന്. ഇപ്പോൾ ട്രാക്ക് വരുന്നത് ഇതിൻ്റെ നല്ല മുകളിലാണ്. ഈ നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസ് ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത്. ട്രാക്ക് വരുന്നത് വളരെ മുകളിലാണ്. ട്രാക്ക് ഞാൻ പോയി കണ്ടിരുന്നു, നല്ല ഹൈറ്റ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഇവിടുന്ന് കുക്കിങ്ങിൻ്റെ പരിപാടി ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വിശന്ന് തുടങ്ങും എല്ലാവർക്കും. അപ്പോൾ കുക്കിങ്ങിൻ്റെ പരിപാടി പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫുഡ് അടിച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം മുകളിലേക്ക് പോവാം. ഇന്നത്തെ ട്രാക്കിൻ്റെ പരിപാടികളൊക്കെ ഷൂട്ട് ചെയ്യാം. 2 നേരത്തേക്കുള്ള അരി ഉപയോഗിക്കാം. ഇതിലിപ്പോൾ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഡേറ്റ്സ്, കുറച്ച് റേസിൻസ് ഒക്കെയാണ് ഉള്ളത്. സീഡ്സ്
നാളോട്ട് വർക്കൗട്ട് പിടിച്ചാൽ നന്നായിരിക്കും രാവിലെ. ഞാനിവിടെ ഉദ്ദേശിച്ചത് ടൈറ്റാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നിന്ന് ആംഗിളിൽ നിന്ന് ഫുള്ള് വ്ളോഗിങ് ആണ്. വ്ളോഗർ ആകാശ് രവീന്ദ്രൻ. അപ്പോൾ നമ്മുടെ പ്രാക്ടീസ് സെഷൻ തീർന്നിരിക്കുകയാണ്. ടൈം ഈസ് 5:30. എവ്രിവൺ ഈസ് ടയർഡ്. എന്നിട്ട് ബ്രേക്ക് എടുത്ത് ഇപ്പോൾ നമ്മൾ സ്നാക്ക് റെഡിയാക്കി. സീഡ് പക്ഷേ ഇതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, നിങ്ങൾ ഈ ചെയ്യുന്ന സംഭവം എനിക്കൊന്ന് ചെയ്യണം. ലെറ്റ്സ് ഗോ. ഇന്നിപ്പോൾ ഡേ 2 ആണ് കോട്ടയം ട്രാക്കിൽ. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ചെറിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. നമ്മൾ പാരലൽ ഒരു മൂവി ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് മുകളിലൊരു ട്രാക്ക് ഉണ്ട് വേറെ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ബേസിക്സ് ആയിരുന്നു പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ മുകളിലത്തെ ട്രാക്കിൽ ഇനിയിപ്പോൾ പോയിട്ട് ഷൂട്ട് ചെയ്യുക. ഇതിൻ്റെ ടോപ്പിലാണ് റേസ് ട്രാക്ക് വെക്കണത്. ഈ ട്രാക്കിൻ്റെ പാരലലി ഒരു മൗണ്ടൈൻ ബൈക്ക് MTBയുടെ ഡൗൺഹിൽ ട്രാക്ക് ഉണ്ട്. ഈ കാണുന്നതാണ് MTB ട്രാക്ക്. MTB ഇപ്പോൾ ഡെക്കാത്തലൻ്റെ ഒരു ഇവൻ്റൊക്കെ നടന്നിരുന്നു. അതാണ് ഡെക്കാത്തലൻ്റെ ഫ്ലാഗൊക്കെ കാണാനുള്ളത്. സോ ഇത് ലെഫ്റ്റ് ബേം റൈറ്റ് ബേം ലെഫ്റ്റ് ബേം റൈറ്റ് ബേം അങ്ങനെ ആയിട്ടാണ് ട്രാക്ക് കിടക്കുന്നത്. സ്ട്രെയിറ്റ് ആയിട്ട് ഡൗൺഹിലല്ല. All set for second motor. ഈ ട്രാക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രാക്ക് ഒരു ചെറിയൊരു ട്രാക്കാണ്. പക്ഷേ 1 മിനിറ്റിൻ്റെ ട്രാക്ക് ടെക്നിക്കൽ ട്രാക്ക് ആണ്. സിംഗിൾ ലൈനാണ്. കുറേ ലൈൻ ചൂസിങ് ഒന്നുമില്ല. സിംഗിൾ ലൈൻ ട്രാക്കാണ്. ലാസ്റ്റ് ലാപ്പ് ടൈം 1 വന്നിട്ടുണ്ട്. 1 മിനിറ്റ് വന്നിട്ടുണ്ട് ലാസ്റ്റ്. പിന്നെ ഡേ 2 ആയതിൻ്റെ ഒരു ടയർഡ്നെസ് റൈഡറിനുണ്ട്. ഓടിക്കാൻ പറ്റുന്നില്ല. ഫിറ്റ്നസ്സും കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ലല്ലോ. പതുക്കെ 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 പിടിക്കാം. ആൾ സൈക്കിളിൻ്റെ പരിപാടി പിടിക്കുന്നതിൻ്റെ ഒരു ഫിറ്റ്നസ് ഉണ്ട്. സൈക്കിളിൻ്റെ പരിപാടി പിടിക്കുന്നതിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. ഒരു കാര്യം മനസ്സിലായത്, സൈക്കിൾ പോലെ വന്ന് വരിക, ത്രോട്ടിലില്ല, എക്സിറ്റിൽ മാത്രം ത്രോട്ടിൽ കൊടുത്തിട്ട് ഫുൾ സൈക്കിളിൽ തിരിയുക, എക്സിറ്റ് മാത്രം ത്രോട്ടിൽ കൊടുത്ത് പുറത്തേക്ക് പോകും. ഇന്നത്തെ പ്രാക്ടീസ് സെഷൻ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അവരൊരു സൂപ്പർ ക്രോസ് ട്രാക്കിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. പാരലലി ഓട്ടോ ക്രോസ് ട്രാക്ക് തന്നെ ഒന്നും കൂടി വൈഡറാക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും നല്ല കാര്യം. ഇവിടെ ട്രാക്കുകൾ കൂടുതലില്ലല്ലോ. അതാണല്ലോ നമ്മുടെയൊക്കെ പ്രശ്നം. എല്ലാ റൈഡേഴ്സിനും റേസിംഗ് കോൺസെൻട്രേറ്റഡ് ആയ എല്ലാ റൈഡേഴ്സിനും ഓടിക്കാനായിട്ട് റിലേറ്റഡ് ട്രാക്കുകളില്ല. പബ്ലിക്കായ കുറേ ട്രാക്കുകൾ നിൽക്കുന്നുണ്ട്. പ്രൈവറ്റായ ട്രാക്കുകൾ ഭയങ്കര കുറവാണ്. സ്പെസിഫിക് ആയ ടീം ട്രാക്കുകൾ ഉണ്ടാവും. പ്രൈവറ്റായിട്ട് എല്ലാവർക്കും ഓടിക്കാൻ പറ്റുന്ന ട്രാക്കുകൾ ഭയങ്കര കുറവാണ്. അപ്പോൾ ഇത് കോട്ടയത്താണ് ഉള്ളത്. കോട്ടയം ടൗണിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ. വേറെ പ്രോബ്ലം ഇല്ല. ഇവിടെ സ്റ്റേ ചെയ്യാനുള്ളയും കാര്യങ്ങളുടെയും ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ പുതിയതായിട്ട് അവർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർ സ്റ്റേ ചെയ്യാനുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഒരു 4 മന്ത്സിൻ്റെ ഉള്ളിൽ അതിൻ്റെ വർക്കും ഫിനിഷ് ആവും. മഴ പെയ്യുന്നുണ്ട് ഇവിടെ. മഴ സ്റ്റാർട്ടായി. ഇന്നലെ രാത്രിയും രാവിലെയും ഒക്കെ മഴ ഉണ്ടായിരുന്നു. ഇന്നലെ വന്ന സമയത്ത് മൊത്തം വെയിലായിരുന്നു. അപ്പോൾ നല്ല മഴ സ്റ്റാർട്ടായിട്ടുണ്ട്. വണ്ടിയിൽ ഹെഡ് ലൈറ്റും ബാക്ക് ടെയിൽ ലൈറ്റിലും പിടിപ്പിക്കണം. അത് നമ്മൾ ഊരി വെച്ചിരിക്കുകയായിരുന്നു. നമുക്ക് റോഡ് ട്രാൻസ്പോർട്ട് ഉള്ളതുകൊണ്ട് അത് ഊരി വെച്ചിരിക്കുകയായിരുന്നു. തിരിച്ചു പിടിപ്പിക്കണം.
set. ടൈറ്റല്ലേ നട്ടല്ലേ എല്ലാ ഫിറ്റിങ്ങും കഴിഞ്ഞപ്പോൾ 2 നട്ട് ബോൾട്ട് ബാലൻസ് വന്നിട്ടുണ്ട്. ഇത് എവിടുന്നാന്നൊരു പിടുത്തമില്ല. 7 മണി കോട്ടയത്ത് ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കാൻ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ബൈക്ക് എടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം ബൈക്കിന് സെൻട്രൽ സ്റ്റാൻഡ് വേണം, അല്ലെങ്കിൽ സ്റ്റേഷനിൽ അവർക്ക് ബൈക്ക് പാർസൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ബേക്കർ ജംഗ്ഷനിൽ A1 ട്രാവൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് ബൈക്ക് പാർസൽ ചെയ്യാൻ നോക്കുകയാണ്. ഇവർ ഓക്കെ പറഞ്ഞു. ഇവർ പാർസൽ ചെയ്യാൻ കോസ്റ്റ് ചെയ്യണത് 2800 റുപ്പീസാണ്. കോയമ്പത്തൂർ 2 ദിവസം കഴിഞ്ഞാൽ എത്തും.